ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവ് നമ്മിൽ വ്യക്തിപരമായി ഇടപെടാൻ പോകുന്ന സമയമാണ്. നമുക്ക് സത്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഈ ഭൂമിയിലുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ തിരക്കുള്ളവരാണ്. പക്ഷേ ദൈവവചനത്തോട് നമ്മൾ സ്നേഹവും ബഹുമാനവും കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ വചനം ഏറ്റെടുത്തുകൊള്ളും. വചനം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ചോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വലിയ ഒരു ദൈവശക്തി വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ തലയ്ക്കകത്തുള്ള എല്ലാ എതിർ ചിന്തകളെയും ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റും. ഈ ശുശ്രൂഷ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പലവിധത്തിലുള്ള ഭാരങ്ങൾ, പലവിധത്തിലുള്ള ആലോചനകൾ, ചോദ്യങ്ങളൊക്കെ നമ്മുടെ തലയ്ക്കകത്തുണ്ട്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ അത്ഭുതകരമായ ശക്തി പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി നമ്മളെല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായൊരു ദൈവശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ചൊരിയട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ്, സ്വർഗത്തിൻ്റെ ശക്തിയാണ്, വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധാത്മാവ്. ഈ ശുശ്രൂഷ സമയത്ത് അതെൻ്റെ മേൽ പ്രവർത്തിക്കട്ടെ. ആഗ്രഹിച്ച് കൈയടിക്കാം, വിശ്വസിച്ച് കൈയടിക്കാം. ഇതെൻ്റെ മേൽ സംഭവിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കാം എല്ലാവരും ശക്തിയോടെ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞ് പോലെ അഗ്നിയഭിഷേകം തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് സഹിയോൻ ശാലയിൽ ശിഷ്യരിൽ. ആമേൻ. ഒരിക്കൽ കൂടെ സഹിയോൻ ശാലയിൽ ശിഷ്യരിൽ പഠിക്കേ. ശിഷ്യരിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ച് ഈശോയെന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ നിന്റെ അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിലേക്ക് വെളിപ്പെടണമേ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ഈ അന്തരീക്ഷത്തിൽ വലിയൊരു അഭിഷേകം നിറയപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവശക്തിയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഓർത്തോർത്തുള്ള ദുഃഖത്തിൽ കർത്താവ് ഇടപെടട്ടെ. ഇന്നലകളിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. തടസ്സങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകമാണ് നിന്നിലേക്ക് ചൊരിയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നലകളിലെ നമ്മുടെ അനുഭവങ്ങളെ വിശുദ്ധീകരിക്കാൻ ഇതാ പ്രവർത്തിക്കുന്ന സമയമാണ്. ഇന്നലകളിൽ നമുക്കുണ്ടായ പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞത്, ചില സംഭവങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടത്, നമുക്ക് തന്നെ ഉണ്ടായ ചില തെറ്റായ തീരുമാനങ്ങൾ, നമ്മുടെ തന്നെ ചില ബലഹീനതയുടെ അവസ്ഥകൾ, നമുക്കുണ്ടായ ചില രോഗപീഠകൾ, നമ്മുടെ തന്നെ മനസ്സിലുണ്ടായ വൈകാരിക മേഖലകളിൽ നമുക്ക് പാളിച്ചകൾ സംഭവിച്ചത്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. ആരെങ്കിലും ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നാലും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും എൻ്റെ ജീവിതത്തിൽ എന്നോട് ഇങ്ങനെ അവർ പെരുമാറിയല്ലോ, എന്നെ ചതിച്ചല്ലോ, എന്നോട് ഇങ്ങനെയൊക്കെ അവർ ചെയ്തല്ലോ, ഇത്രമേൽ സ്നേഹിച്ചിട്ടും അവരെന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറിയത്? തലയ്ക്കകത്ത് പലതരത്തിലുള്ള ഭാരങ്ങളുണ്ട്. ലഭിക്കപ്പെടാതെ പോയ സ്നേഹം നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ എല്ലാവരുടെയും. ഈ സ്നേഹം ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്നും ആഗ്രഹിക്കും. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നമ്മളെന്ന വ്യക്തിയിലേക്ക് വലിയ ഒരു ആത്മീയ സത്യം കർത്താവ് നൽകുകയാണ്. ഈ ഭൂമിയിൽ നിനക്ക് ലഭിക്കപ്പെടാതെ പോയത് ഒരു മനുഷ്യൻ്റെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല, മറിച്ച് യേശുവിലൂടെ മാത്രമേ ആ ശൂന്യത നികത്തപ്പെടുകയുള്ളൂ. ഓരോ വ്യക്തിയും അത് വിശ്വസിക്കുക. എനിക്ക് ലഭിക്കപ്പെടാതെ പോയ സ്നേഹം, എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ശൂന്യത യേശുവിലൂടെയാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. യേശുവേ, എന്നിൽ പ്രവർത്തിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ. രണ്ട് കരങ്ങളും അങ്ങനെ ശിരസിൽ കമഴ്ത്തി വെച്ച് എൻ്റെ കൂടെ ഒരു വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് യേശയ്യായുടെ പ്രവചനം 61 അധ്യായം 7 തിരുവചനം. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് ഈ വചനം ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് കണ്ണ് തുറന്ന് ഏറ്റുപറഞ്ഞോ. ഏതാ പുസ്തകം എന്നറിയോ? യേശയ്യായുടെ പുസ്തകം. യേശയ്യായുടെ പുസ്തകം 61:7. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61 വേർഡ് 7. ഒച്ചത്തിലേറ്റു പറഞ്ഞോ,
ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം. ജോബ് തന്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. ഈ വചനം നിന്നിൽ സംഭവിക്കട്ടെ. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നിനക്കറിയാമല്ലോ. ഈ വചനം നിന്നിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അൾത്താരയിലോട്ട് തിരിഞ്ഞു നിന്നേ. രണ്ട് കരങ്ങൾ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ മറ്റൊരു വചനം പറഞ്ഞ് ജെറമിയ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ വചനം ഇപ്പോൾ എന്നിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി പറഞ്ഞ്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം, സ്വസ്ഥമായിട്ടിരുന്നേ. യെശയ്യായുടെ പ്രവചനം 61:7. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചോണേ. നല്ല വചന കേട്ടോ. ഈ ശുശ്രൂഷ ഇന്ന് പങ്കെടുക്കുന്നവർ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഭാഗ്യം ചെന്നവരാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ വചനം എഴുതിയെടുത്തോണം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61:7. യെശയ്യായുടെ പ്രവചനം 61:7. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഇന്നത്തെ ദിവസം നമ്മിൽ സംഭവിക്കാൻ പോവാണ്. നിവർന്നിരുന്നേ. വചനം സ്വീകരിക്കണം, ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കണം. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പല കാര്യങ്ങളും നമ്മളെ നാണം കെടുത്തുന്നതും ലജ്ജിതരാക്കുന്നതും അപമാനത്തിലൂടെ കടന്നു പോകുന്നതുമായ പല കാര്യങ്ങളും നമുക്കുണ്ടാവും. നമ്മുടെ ഉറക്കം കളയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. വിഷമപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ടാവും. ഈ വചനം നമുക്ക് നൽകുന്ന ആശ്വാസം എന്താണെന്നറിയാവോ? ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. ഓഹരി ലഭിക്കും. എന്നിട്ട് പറയുവാണ്, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടാൻ കർത്താവ് അനുവദിക്കില്ലെന്നും, നാണം കെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് നിങ്ങൾക്ക് ആനന്ദം നൽകും. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പറഞ്ഞ ഈ വചനത്തിന്റെ അത്ഭുത കൃപ നമ്മൾ തുടർന്ന് പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് ജോയേൽ പ്രവചനം. ബുക്ക് ഓഫ് ജോയേൽ. ജോയേൽ എന്ന പ്രവാചകന്റെ പുസ്തകം. ജോയേൽ പ്രവാചകന്റെ ചില വചനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാമായിരിക്കാം. ഏതെങ്കിലും വചനം ഓർമ്മയുണ്ടോ? ജോയേലിന്റെ പുസ്തകം 2:28. എന്താ വചനം പറഞ്ഞേ? അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ. അതായത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതായത് പരിശുദ്ധാത്മാവിനെ
എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം സമ്മാനിച്ചിരിക്കുന്നത് ഈ ജോയേൽ പ്രവചനമാണ്. എന്നാൽ ഈ ജോയേലിൻ്റെ പുസ്തകം, പ്രവചന പുസ്തകം എത്ര അധ്യായങ്ങളുണ്ടെന്നറിയോ? ഒരു കുഞ്ഞധ്യായമാണ്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ അല്പസമയം, അധിക സമയമൊന്നും വേണ്ട, 3 അധ്യായം മാത്രമേ ഉള്ളൂ. ഓൺലി 3 ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും സമയം കിട്ടുമ്പോൾ ഇന്ന് ഈ ജോയേലിൻ്റെ പ്രവചന പുസ്തകം ഒന്ന് വായിക്കണം. വായിക്കണം. ഇന്ന് രാത്രി കിടക്കുന്നതിനും എപ്പോഴെങ്കിലുമായിട്ട് ജോയേലിൻ്റെ പ്രവചന പുസ്തകം 3 അധ്യായം മാത്രം, 2 പേജേ ഉള്ളൂ. 3 അധ്യായമുള്ള ഈ ഒരു പുസ്തകം ശാന്തമായിട്ടൊന്ന് വായിക്കണം. കാരണം കർത്താവിൻ്റെ ആത്മാവ് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരിലും ചില അത്ഭുത പ്രവർത്തികൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിന്നിൽ ദൈവം പ്രവർത്തിക്കും. നന്നായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. അത് ശരിയായില്ല, ഒന്നും കൂടെ പറഞ്ഞു കൊടുത്ത്, നിന്നിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇപ്പോൾ എടുത്തു വായിക്കുന്നത് ഒരു പ്രത്യേക അനുഗ്രഹ വചനമാണ്. ജോയേലിന്റെ പ്രവചനം 2-ാം അധ്യായം 25-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ജോയേൽ ചാപ്റ്റർ 2 വേഴ്സ് 25. 25-ാം തിരുവചനം നമുക്കൊന്ന് വായിച്ചാലോ? ശ്രദ്ധിച്ചു വായിച്ചോ കേട്ടോ. നമുക്ക് പരിചയമുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ ദേ പറയുന്നുണ്ട്. വായിച്ചോ. ഇവരെയൊക്കെ പരിചയമുണ്ടോ? ഉണ്ടാവും അല്ലേ? ഒന്നും കൂടെ വായിച്ചോ, ശ്രദ്ധിച്ചോ കേട്ടോ. വിട്ടിൽ, വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു. 4 കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെയാണിത്? ഒന്ന് വെട്ടില്, മറ്റേതേതാ? വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു. കേട്ടോ? കേട്ടോ. അടുത്ത വചനം കേട്ടോ. എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞേ. ഉച്ചത്തിൽ പറയണം കേട്ടോ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാലോ? അത് ഈ വചനം നമ്മൾ ഏറ്റെടുക്കുന്നതിന്റെ, ക്ലെയിം ചെയ്യുന്നതിന്റെ ഒരു അടയാളമാണല്ലോ. വലതുകരം നന്നായിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറ. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 25-ാം തിരുവചനം. വിട്ടിൽ, വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് സമ്മാനിക്കുന്നതെന്നറിയാവോ? വെട്ടുകിളികൾ നശിപ്പിച്ച ഇന്നലകളുടെ നിങ്ങളുടെ കണ്ണുനീര് ഇന്ന് ഈശോ അനുഗ്രഹമാക്കി മാറ്റാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് ഈ അനുഗ്രഹം ഒന്ന് സ്വീകരിച്ചേ. വെട്ടുകിളികൾ തിന്ന് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച വർഷങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവാണ്. കർത്താവ് പകരം നൽകാൻ പോവാണ്. ഹല്ലേലൂയാ. ജോയേലിന്റെ പ്രവചനം 3 അധ്യായങ്ങളുള്ള പുസ്തകം. ഈ പുസ്തകത്തിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് വെട്ടുകിളികളും അതോടൊപ്പം തന്നെ ഒരു ദേശത്ത് സംഭവിച്ച വലിയ ഒരു വരൾച്ചയും, പ്രകൃതി ദുരന്തം. കൊറോണ വന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ദുരന്തങ്ങൾ കണ്ട നമുക്ക് പ്രകൃതി ദുരന്തത്തെ പരിചയമുണ്ട്. അപ്പോൾ ദേ ഇവിടെ ജോയേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ ആ കാലഘട്ടത്തിൽ ആ ദേശത്തുണ്ടായ വലിയ ഒരു പ്രപഞ്ച ദുരിതം, പ്രകൃതി ദുരന്തം, വെട്ടുകിളികൾ വന്ന് അവരുടെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു. അവരുടെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദേശത്ത് വരൾച്ചയും വെട്ടുകിളികളുടെ ഈ വലിയ ആക്രമണവും. വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ആ ദേശത്ത് അങ്ങനെ ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു ദൈവീക പദ്ധതി ഉണ്ടെന്നാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവീക തീരുമാനമോ? ജോയേലിൻ്റെ പ്രവചന പുസ്തകം നമ്മളോട് പറയുന്നത് ദൈവം അനുവദിച്ച ചില ദുരിതങ്ങളായിരുന്നു ആ ദേശത്ത് അന്ന് അവർ അനുഭവിച്ചത്. ദൈവം അനുവദിച്ചത്, പെർമിഷൻ ഗിവൺ ബൈ ഗോഡ്. ദൈവം അനുവദിച്ച ചില പ്രകൃതിയിലെ ദുരന്തങ്ങൾ. ആ ദേശത്ത് അപ്രകാരം ചില ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതിനെക്കുറിച്ച് ജോയേലിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ജോയേൽ ചാപ്റ്റർ 1 വേഴ്സ് 4, 4-ാം തിരുവചനം.
ശേഷിപ്പിച്ചത് വിട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു. വെട്ടുകിളി തിന്നു. വെട്ടുകിളി ശേഷിപ്പിച്ചത് വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു. പച്ചക്കുതിര തിന്നു. പച്ചക്കുതിര ശേഷിപ്പിച്ചത് പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. കമ്പിളിപ്പുഴു തിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തീർന്നു. മൊത്തം തീർന്നു. എന്തിനാണ് ഇങ്ങനെ? ആ ദേശത്ത് അങ്ങനെ വചനം പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ ഒരു മഹാസൈന്യത്തെക്കുറിച്ചൊക്കെയാണ്. അതായത് ഇത് ഒരു സൈന്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവം ആ ദേശത്ത് എന്തിനാണ് അങ്ങനെ ഒരു ദുരന്തം, അങ്ങനെ ഒരു വരൾച്ച, അങ്ങനെ ഒരു കഷ്ടപ്പാട് ഉണ്ടായതെന്ന് വായിക്കുമ്പോൾ തിരുവചനം നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. എന്തിനായിരുന്നു? അതിൻ്റെ 2-ാം അധ്യായം 12ഉം 13ഉം തിരുവചനം വായിച്ചാലോ? 12 ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 12 വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവേൻ. അടുത്തത്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജോയേൽ പ്രവാചകൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നു. ഒരു ദേശത്ത് ഇങ്ങനെ ചില ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടായതിൻ്റെ പിന്നിൽ ദൈവം അനുവദിച്ചതാണ്. എന്തിനാണ്? നിന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിനു വേണ്ടി, നിന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ദൈവം അനുവദിച്ച ചില വെട്ടുകിളികൾ, ചില ദുഃഖങ്ങൾ, ചില കണ്ണുനീരുകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലും ഇതുപോലെ വെട്ടുക്കിളികളുടെ ആക്രമണം പോലെ ചില വരൾച്ച, ചില ദുഃഖം, ചില കാര്യങ്ങൾ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? സത്യം പറ. ഉണ്ടെന്ന്. ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഭാരപ്പെട്ട ഇരിക്കുന്നത്. വെട്ടുകിളി പല രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ? മകളുടെ രൂപത്തിലും മകൻ്റെ രൂപത്തിലും അയൽവാസിയുടെ രൂപത്തിലും ഒക്കെ വന്നിട്ടുണ്ട് വെട്ടുകിളി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സമാധാനം മുഴുവൻ പോയെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമ്മൾ കൊണ്ട് നടന്നിരുന്ന പല സന്തോഷത്തിൻ്റെ കാരണങ്ങളും നഷ്ടപ്പെട്ടു, ഭാരപ്പെട്ടു, അങ്ങനെ വിഷമിച്ചിരിക്കുക. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നിന്നോട് കർത്താവ് ഇന്ന് പഠിപ്പിക്കുന്നൊരു കാര്യം എന്നാണെന്നറിയോ? നിനക്കിങ്ങനെ ചില ദുരിതങ്ങളും ചില കണ്ണുനീരും ഉണ്ടാവുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ജോയേൽ പ്രവചനം 2:12 പറഞ്ഞത്. എന്റെ കൂടെ ഏറ്റു പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവവചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയമല്ല കീറേണ്ടത്. ആ കാലഘട്ടത്തിൽ പശ്ചാത്താപത്തിൻ്റെ അടയാളം പോലെ ആ ജനത ചെയ്തിരുന്നൊരു കാര്യം, അവർ പശ്ചാത്താപത്തിൻ്റെ അടയാളം പോലെ അവർ വസ്ത്രങ്ങൾ കീറിയിരുന്നു. അപ്പോൾ വചനം പറയുവാണ്, നീ വസ്ത്രമല്ല കീറേണ്ടത്. നോമ്പുകാലമൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ? നോമ്പുകാലം വരുമ്പോഴത്തേക്ക് ചിലരിങ്ങനെ താടി നീട്ടും, എന്നിട്ട് അവരുടെ വസ്ത്രവിധാനങ്ങൾ മാറും, എന്നിട്ട് അവരുടെ നടപ്പും ഇരിപ്പും. വചനം പഠിപ്പിക്കുന്നു, നിന്റെ താടി നീട്ടാനല്ലെന്ന്, നിന്റെ വസ്ത്രം കീറാനല്ലെന്ന്, നിന്റെ ബാഹ്യമായ മാറ്റങ്ങളല്ല വേണ്ടത്, മറിച്ച് നിന്റെ ഹൃദയമാണ് നീ കീറേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിന്റെ ഉള്ളിലാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്, പുറത്തല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞുകൂടെ, നിന്റെ ഉള്ളിലാണ് മാറ്റം സംഭവിക്കേണ്ടത്, പുറത്തല്ല. പറഞ്ഞു കൊടുത്തേ, നിന്റെ ഉള്ളിലാണ് മാറ്റം സംഭവിക്കേണ്ടത്, പുറത്തല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ ഇന്ന് വിശ്വസിക്കുക. അതായത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി തിരിച്ചറിയുന്ന കാര്യം, എൻ്റെ ജീവിതത്തിൽ വെട്ടുക്കിളികൾ തിന്നുകളഞ്ഞ കുറേ വർഷങ്ങളും സമയങ്ങളും ജീവിതവും ഒക്കെയുണ്ട്. ഇത് എൻ്റെ കർത്താവ് എനിക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ആമേൻ, ആമേൻ. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറെ വർഷങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാനിത് പറയുമ്പോൾ ചിലർ വർഷങ്ങൾ എണ്ണുന്നുണ്ടാവും. അച്ഛാ, സത്യമാണ്. വെട്ടുക്കിളി തിന്ന വർഷം, കുറെ വർഷങ്ങൾ അതിൻ്റെ പുറകെ പോയി, പിന്നെ പോയി തീർന്നു.
വെട്ടുകിളി തിന്നതാ, പോയി. കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകെ പോയി തീർന്നു. വചനം പഠിപ്പിക്കുന്നത് നഷ്ടപ്പെട്ട ആ വർഷങ്ങളിലേക്ക് നീ തിരിച്ചു പോകുമെന്നല്ല കേട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് 5 വർഷം മുമ്പ് നിനക്ക് നഷ്ടപ്പെട്ടൊരു കാര്യം, 5-10 വർഷം മുമ്പ് നിനക്ക് നഷ്ടപ്പെട്ട കാര്യം നിന്നെ വീണ്ടും ആ 5 വർഷം മുമ്പിലേക്ക് കൊണ്ടുപോയി വീണ്ടും അവിടെ ജീവിപ്പിക്കുമെന്നല്ല, മറിച്ച് നിനക്കെന്താണോ നഷ്ടപ്പെട്ടത് ആ കാര്യം നിനക്കൊരു അനുഗ്രഹമായി കർത്താവ് തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? അതായത് പഴയ കാല സമയത്തേക്ക് നിന്നെ കൊണ്ടുപോകുമെന്നല്ല, മറിച്ച് ഇന്നത്തെ ജീവിത വഴിയിൽ നിനക്ക് നഷ്ടപ്പെട്ട ആ കാര്യങ്ങൾ പുതുതാക്കി നിന്റെ കയ്യിലേക്ക് കർത്താവ് തരും. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ. വലതുകര ഉയർത്തിപ്പിടിച്ചേ. കർത്താവ് നിന്റെ നശിച്ച ഇന്നലകളെ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ പുനഃസ്ഥാപിക്കും. ഉച്ചത്തിൽ പറ ആമേൻ. ലജ്ജയ്ക്ക് പകരം സന്തോഷം സമൃദ്ധിയും കിട്ടും. പറഞ്ഞേ ആമേൻ. നഷ്ടം അവസാന വാക്കല്ല. പറഞ്ഞേ ആമേൻ. ദൈവത്തിന്റെ കൃപയാണ് അവസാന വാക്ക്. പറഞ്ഞേ ആമേൻ. 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കൈ താത്തിക്ക് ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നഷ്ടം എന്നുള്ള വാക്കല്ല നമ്മുടെ അവസാനത്തെ വാക്ക്, മറിച്ച് ഏതാണെന്നറിയാവോ? ദൈവകൃപയാണ് നമ്മുടെ അവസാനത്തെ വാക്ക്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നഷ്ടപ്പെട്ടു, തീർന്നു, വിഷമിച്ചിങ്ങനെ ഇരിക്കും. നോ, അതല്ല ദൈവമകൻ്റെ ദൈവമകളുടെ അടിസ്ഥാനം ദൈവകൃപയാണ്, ഗോഡ്സ് ഗ്രേസ് ആണ്. അപ്പം നമ്മൾ ഒരു കാര്യത്തെയും നഷ്ടമാണ്, ഒരു കാര്യത്തെയും മോശമാണ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തരുത്. അത് ഏത് കാര്യമായിക്കൊള്ളട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ പല പല അനുഭവങ്ങളെയാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. പല പല അനുഭവങ്ങൾ. നമ്മൾ ചില കാര്യങ്ങളെ അത് നഷ്ടം, അത് ചീത്തത്, അത് മോശം എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അങ്ങനെ കരച്ചിലിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല, മറിച്ച് നമ്മളുടെ ഫുൾ സ്റ്റോപ്പ് ഏതാണെന്നറിയോ? ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപ. അറ്റ് ദ എൻഡ്, ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ദൈവകൃപ, അതൊന്നുകൊണ്ട് മാത്രം. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വെട്ടുകിളികൾ തിന്നുകളഞ്ഞ വർഷങ്ങളെ ദൈവം നിനക്ക് പകരം തരും. സമയം തരുമെന്നല്ല, മറിച്ച് നിനക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ പുതുക്കി പണിത് നിന്റെ കയ്യിലേക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ വെട്ടുകിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വെട്ടുകിളികൾ നമ്മുടെ ജീവിതത്തിൽ, വെട്ടുകിളികൾ എന്തൊക്കെയായിട്ടായിരിക്കും? ചില പാപ മേഖലകളായിരിക്കും. ചില പാപ മേഖലകൾ, ചില പാപമേഖലകൾ എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാതെ നമ്മളെ പിടികൂടുന്നുണ്ടാവും. അതൊരു വെട്ടുകിളിയാണ്, നമ്മളെ നശിപ്പിക്കുന്നതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ കാർന്ന് തിന്നുന്നതാണ് ഈ പാപം. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ പോലും അറിയാതെ ഈ ബലഹീനമായ പാപപ്രവൃത്തി നമ്മളെ കാർന്ന് തിന്നുകയാണ്. ചിലപ്പോൾ വെട്ടുകിളി എന്ന് പറയുന്നത് നമ്മുടെ ചില തെറ്റായ തീരുമാനങ്ങളായിരിക്കും. ഇന്നലകളിൽ നമ്മളെടുത്ത കുറെ പൊട്ട തീരുമാനങ്ങൾ, ഇന്നലത്തെ നമ്മുടെ പല തെറ്റായ തീരുമാനങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ കരയുന്നത്. സത്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കരയാൻ കാരണം എന്നാ? ഇന്നലെ എടുത്ത തെറ്റായ തീരുമാനം, കഴിഞ്ഞ നാളുകളിൽ എടുത്ത തെറ്റായ പൊട്ട തീരുമാനം. വേണ്ടായിരുന്നു എടുത്തുപോയി. ചില പൊട്ട തീരുമാനങ്ങൾ ആ സമയത്തെടുത്തത് കൊണ്ട് ഇന്ന് കരയുന്നു. അതൊരു വെട്ടുകിളിയാണ്. ചില രോഗങ്ങൾ വെട്ടുകിളിയാണ്. ചില രോഗപീഠകൾ വന്നതിന് ശേഷം നമ്മുടെ ഉള്ള സമാധാനം മുഴുവൻ പോയി, വീട്ടിലെ സ്വസ്ഥത മുഴുവൻ പോയി, വലിയ സങ്കടം, പരാജയം ഒരു വെട്ടുകിളിയാണ്. ഈ ദിവസങ്ങളിൽ കൊച്ചിയിൽ പള്ളുരുത്തിയിൽ സെന്റ് ലോറൻസ് പള്ളിയിൽ ഇന്നലെ മുതൽ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. ഇന്നലെ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞത്, അച്ഛാ, എനിക്ക് വചനം ഒന്നും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഞാൻ ഒരു പ്രത്യേക ഒരു പരീക്ഷ പലതവണ എഴുതി ഞാൻ തോറ്റുപോയി. എൻ്റെ ജീവിതം തീർന്നച്ചാ, ഇനി എനിക്ക് ജീവിതമില്ല. ഈ പെൺകുട്ടി പരീക്ഷയിൽ സംഭവിച്ച പരാജയം തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് ഇപ്പം എന്ത് സംഭവിക്കുന്നു? ഇനി എനിക്ക് ജീവിതമില്ല, ഇനി എനിക്ക്
ഈ ഒന്നിനും ഒരു സന്തോഷമില്ല. പരാജയം ഒരു വെട്ടുകിളിയാണ്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ചിലരുണ്ടാവും. ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടു. ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയില്ല, വിസ ആപ്ലിക്കേഷൻ കൊടുത്ത് കിട്ടിയില്ല, ILTC പരീക്ഷ പലതവണ എഴുതി കിട്ടിയില്ല. ഇപ്പം എന്ത് സംഭവിക്കുന്നു? നിരാശ. പരാജയം നമ്മുടെ ഉള്ളിൽ എന്തായിട്ട് മാറും? നിരാശ. അതൊരു വെട്ടുകിളിയാണ്. അത് നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വന്ന് നമ്മളെ കാർന്നു തിന്നും. നിരാശ. പിന്നെ നമുക്ക് ഒട്ടും സന്തോഷിക്കാൻ പറ്റില്ല. നിരാശപ്പെട്ടുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അതിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അതൊരു വെട്ടുകിളിയാണ്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചില വെട്ടുകിളികൾ കടന്നു വന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയാവോ? നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിച്ചു നൽകും. വെട്ടുകിളികൾ നിന്റെ ഉള്ളിൽ നിന്നും കാർന്നെടുത്ത, നിന്നെ എടുത്തോണ്ട് പോയ, ചിതലരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തെ നശിപ്പിച്ച നിന്റെ ജീവിത അവസ്ഥകളെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിന് വേണ്ടി ഇവിടെ കടന്നു വരുന്ന ദൈവജനം വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിച്ചോ. നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നമ്മൾ വിശുദ്ധീകരിക്കാനാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ഈ സ്നേഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. എന്നുമെന്നും അങ്ങേക്കാരാധന.